ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒന്നാം ക്ലാസ്സിലെ സൺഡേ കേറ്റിസം ആനുവൽ എക്സാം 2014 ജനുവരി ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെട്ടാലോ. ഒന്നാമത്തെ സെക്ഷൻ, പേരു പറയുക. ഈശോയുടെ അമ്മയെ നാം വിളിക്കുന്നത് എന്താണ്? ഉത്തരം മാതാവ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ മാമോദിസ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയുടെ മേൽ വന്നത് ആരാണ്? ഉത്തരം പരിശുദ്ധാത്മാവ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതാരെ? ഉത്തരം ഈശോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയെ പോലെ പാവങ്ങളെ സ്നേഹിച്ച കൽക്കട്ടയിലെ അമ്മ? ഉത്തരം വിശുദ്ധ മദർ തെരേസ. 5, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഏതാണ്? ഉത്തരം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. ഈ സെക്ഷനിൽ 5 ക്വസ്റ്റ്യനാണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം 5 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ നോക്കാം. പൂരിപ്പിക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദൈവപുത്രനായ ഈശോയുടെ അമ്മയാണ് ഡാഷ്? ഉത്തരം മറിയം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ വളർത്തുപിതാവാണ് ഡാഷ്? ഉത്തരം ജോസഫ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദൈവത്തിൻ്റെ ആത്മാവാണ് ഡാഷ്? ഉത്തരം പരിശുദ്ധാത്മാവ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, സ്നേഹിതനു വേണ്ടി ഡാഷ് ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല? ഉത്തരം ജീവൻ. പത്താമത്തെ ക്വസ്റ്റ്യൻ, സ്വർഗത്തിലായിരിക്കുക എന്നാൽ ഡാഷ് ആയിരിക്കുക എന്നതാണ്? ഉത്തരം ദൈവത്തോട് കൂടെ. ഈ സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം 5 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ സെക്ഷൻ നോക്കാം. ചേരുംപടി ചേർക്കുക. 11, നസ്രത്തിലെ ഈശോ. അപ്പുറത്തെ ഭാഗങ്ങൾ, ദൈവം, മാതാവ്, മാതാപിതാക്കളെ അനുസരിച്ചു, സ്വർഗം, വിജനപ്രദേശം, ദൈവമക്കളാകുന്നു. നസ്രത്തിലെ ഈശോ മാതാപിതാക്കളെ അനുസരിച്ചു. ഇനി 12, നമ്മുടെ ഭവനം, സ്വർഗം. 13, ദൈവകൃപ നിറഞ്ഞവൾ, മാതാവ്. 14, സ്വർഗത്തിൽ വസിക്കുന്നു, ദൈവം. 15, മാമോദീസ, ദൈവമക്കളാകുന്നു. ഈ സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം 5 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് നാലാമത്തെ സെക്ഷൻ നോക്കാം. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 16ാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ നിയമത്തിൽ എത്ര ലേഖനങ്ങളുണ്ട്? ബ്രാക്കറ്റ് 21, 20, 22. ഉത്തരം 21. 17, ബൈബിളിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ട്? ബ്രാക്കറ്റ് 73, 72, 71. ഉത്തരം 73. 18, പഴയ നിയമത്തിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ട്? ബ്രാക്കറ്റ് 46, 45, 44. ഉത്തരം 46. 19, പുതിയ നിയമത്തിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ട്? ബ്രാക്കറ്റ് 27, 22, 20. ഉത്തരം 27. 20ാമത്തെ ക്വസ്റ്റ്യൻ, ബൈബിളിൽ എത്ര സുവിശേഷങ്ങളുണ്ട്? ബ്രാക്കറ്റ് 4, 3, 2. ഉത്തരം 4. ഈ സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം 10 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് 5ാമത്തെ സെക്ഷൻ നോക്കാം. ഉത്തരം പറയുക. 21ാമത്തെ ക്വസ്റ്റ്യൻ, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃക നൽകിയ ഈശോ പറഞ്ഞ വചനമെന്ത്? ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 57 അതിൻ്റെ ഉത്തരം. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, എൻ്റെ മാതാപിതാക്കളെ ഏതെല്ലാം കാര്യങ്ങളിൽ എനിക്ക് സഹായിക്കാൻ സാധിക്കും? ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 43 അതിൻ്റെ ഉത്തരമുണ്ട്. 23ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഈശോ എപ്പോഴെല്ലാമാണ് പ്രാർത്ഥിച്ചിരുന്നത്? ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 62 അതിൻ്റെ ഉത്തരമുണ്ട്. 24ാമത്തെ ക്വസ്റ്റ്യൻ, വലിയ കുരിശടയാളം വരയ്ക്കുക. ഇപ്പോൾ കൂട്ടുകാരൊക്കെ വലിയ കുരിശടയാളം വരയ്ക്കണം, അത് വരച്ച് കാണിക്കണം. 25ാമത്തെ ക്വസ്റ്റ്യൻ, മറിയം മാലാഖയോട് പറഞ്ഞതെന്ത്? ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 38 അതിൻ്റെ ഉത്തരമുണ്ട്. ഈ സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതം 15 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് 6ാമത്തെ സെക്ഷൻ നോക്കാം.
പ്രാർത്ഥന ചൊല്ലുക. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലുക. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഏതാണ്? സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുക. ഈ സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആണുള്ളത്. ഈ ക്വസ്റ്റ്യന് 5 മാർക്കാണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് 7ാമത്തെ സെക്ഷൻ നോക്കാം. പാട്ടു പാടുക. 27ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്നും പഠിച്ച പാട്ടുകളിൽ ഏതെങ്കിലും ഒന്ന് പാടുക. കൂട്ടുകാരെ, പാഠപുസ്തകത്തിലെ ഒരുപാട് പാട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പാട്ടുകളിൽ നിന്ന് ഒരു പാട്ട് പാടുക. ഈ സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആണുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യന് 5 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.